ഛത്തീസ്ഗഡ് ഇൻസിഡന്റിന് ശേഷം ഇത്രയും നാളുകൾക്ക് ശേഷം വീണ്ടും നീ ഇങ്ങനെ ഇവിടെ നീ എപ്പോഴും എന്നെ സാമർത്ഥ്യമില്ലാത്തവളായിട്ടല്ല കണ്ടത്. ഇവിടുത്തെ സാമർത്ഥ്യമില്ലാത്ത പോലീസുകാരൊക്കെ എനിക്ക് സാമർത്ഥ്യം ഉണ്ടെന്ന് വിശ്വസിച്ച് ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് വിങ്സിലെ എന്നെ DCP ആക്കി. വാവ്, കൺഗ്രാറ്റ്സ്. അതിരിക്കട്ടെ, എപ്പോഴെങ്കിലും നീ എന്നെ ഓർക്കാറുണ്ടോ? എന്നോട് കള്ളൊന്നും പറയണ്ട, ഞാനിപ്പോ ഒരുപാട് ഇന്റലിജന്റാ. നിനക്കൊരു മാറ്റമില്ല, എപ്പോഴും ഹാപ്പിയാ. എന്റെ ഹാപ്പിനെസിന്റെ കാരണം എന്റെ കല്യാണം മാത്രമല്ല. നിന്റെ കല്യാണം കഴിഞ്ഞു? ഡിവോഴ്സ് വരെ കഴിഞ്ഞിരിക്കുക. അവൻ ഒരുപാട് ബോറാ. ഡിവോഴ്സിന് ഇതിനേക്കാൾ വലിയൊരു റീസൺ എന്താ വേണ്ടത്? പക്ഷെ വേറെ റീസണും കൂടിയുണ്ട്. അത് പറയട്ടെ, നിന്നെ പോലെ ഒരുത്തനെ കണ്ടതിന് ശേഷം ബാക്കിയുള്ളവന്മാരൊക്കെ ബോറാ. ഓക്കെ, എന്നാ ഡോണ്ട് ഗെറ്റ് എംബാരസ്ഡ്. ഗീതയാണെന്ന് എന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവർ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വേറെ ഒരുത്തനെ കല്യാണം കഴിച്ചത്. ശരി, അതൊക്കെ പോട്ടെ. ഷാലു ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഡാഡി എപ്പോഴും അമ്മയെ കുറിച്ച് മാത്രമേ ഓർക്കാറുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചും ആലോചിച്ച് നോക്കാറുണ്ട്. അവരുടെ ടാർഗറ്റ് ഞാനായിരുന്നു. പാവം നിന്റെ അമ്മ അതിനിടയ്ക്ക് പെട്ടുപോയി. ഡാഡി, മമ്മി എവിടെയാണെങ്കിലും ഡാഡിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നേ കരുതൂ. ഞങ്ങളും അങ്ങനെ തന്നെയാ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കാണുന്നത്. മിനിസ്റ്റർ സാറേ, നിങ്ങൾ എന്തിനാ എന്നെ പേടിക്കുന്നത്? നിങ്ങളുടെ കോണ്ടാക്ട് ഡയറക്റ്റായിട്ട് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിലല്ലേ ഉള്ളത്? ഗുഡ്. പക്ഷേ മിനിസ്റ്റർ സാർ, IG-യുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആദ്യം നിങ്ങൾ ജീവനോടെ വേണ്ടേ? നിങ്ങൾ ഒരു കാര്യം തീർച്ചയായും ഓർക്കേണ്ടതായിരുന്നു. ജീവിതത്തിൽ എത്ര ഉയരങ്ങളിൽ പോയാലും നിങ്ങൾക്ക് മുകളിൽ മറ്റൊരാൾ അവിടെ ഉണ്ടാകുമെന്നത്. ഹലോ സർ, എൻ്റെ പേര് ശിവാജി. മുംബൈ ഹൈക്കോടതിയിലുള്ള സാറിൻ്റെ പേരിലുള്ള കേസിൻ്റെ എൻക്വയറിക്ക് SITയുടെ ചീഫായി എന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് സാറിനൊന്ന് നേരിട്ട് കാണണം. ഓക്കെ. ഓക്കെ സർ. സർ, മുംബൈ അണ്ടർവേൾഡിനെ ഫിനിഷ് ചെയ്തതിന് ഐ ഓൾവേസ് അഡ്മൈർ യു സർ. ബട്ട് ഇതുപോലൊരു സിറ്റുവേഷനിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് സർ. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. അത് മനസ്സിലാക്കിയല്ലോ, താങ്ക്സ് സർ. ആ ഇൻസിഡൻറ്റ് നടന്നിട്ട് ഇപ്പോൾ കുറേ നാളായല്ലോ. അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. സാറിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവിടെ നിന്ന് എനിക്ക് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാമെന്നുള്ള തീരുമാനം എനിക്കില്ല, അത് കൺഫേമാണ്. അങ്ങനെയെങ്കിൽ സാറ് കൊടുത്ത ഈ പഴയ സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്നത്തെ ഡേറ്റ് രേഖപ്പെടുത്തി ഒരു സൈൻ ചെയ്യണം സാർ.